അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഷഅബാൻ മാസം എൻ്റെ മാസമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലായികത്തുകളും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്നിങ്ങനെതായ നിർദ്ദേശമുണ്ടായത് ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹു തആല നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും നിസ്കരിക്കുവാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല സക്കാത്ത് കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങളും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഹജ്ജ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്നിങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നാം നിസ്കാരമായാലും മറ്റ് ദാനധർമ്മങ്ങളായാലും ഹജ്ജായാലുമെല്ലാം അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. അതേസമയം സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ്. അത് ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ അത് വളരെയധികം ആത്മാർത്ഥമായി തന്നെ സ്വീകരിക്കുന്നതാണ്. തമാശയായാൽ പോലും, സ്വലാത്ത് ചൊല്ലിയാൽ പോലും അത് അതിൻ്റേതായ രീതിയിൽ ആദ്യം വലിയ ഗ്രേഡായി ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർണം കിട്ടുന്നതാണ്. പിന്നീട് അതിൻ്റേതായ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ വെള്ളി കിട്ടുന്നതാണ്. അതിൻ്റേതായ രീതിയിൽ പിന്നെ ചൊല്ലിയാൽ വെങ്കലം കിട്ടുന്നതാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് നാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.